ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബീട്രൂട്ട് വെച്ചിട്ടാണ് നല്ല കളർഫുള്ളായിട്ട് നമ്മൾ ഈ പായസം റെഡിയാക്കുന്നത്. ബീട്രൂട്ടാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ ഒന്നും ഈ പായസത്തിന് ഉണ്ടാവില്ല കേട്ടോ. ബീട്രൂട്ട് പായസം റെഡിയാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് പാലട മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പാലട പാക്കറ്റിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പാലടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് 1 ലിറ്റർ പാലിൽ 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ പാലട വേവിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ബീട്രൂട്ട് ആണല്ലോ. അപ്പോൾ ഞാനത് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ ടൈപ്പ് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നല്ലതുപോലെ വേവിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇനി നമുക്ക് ഫൈനായിട്ട് മിക്സി ജാറിൽ അടിച്ചെടുക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നെയ്യിന് പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പാല് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അരച്ചെടുത്ത ബീട്രൂട്ടാണ് കേട്ടോ. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നതുവരെ നമുക്ക് ഇതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ബീട്രൂട്ടിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സാണ് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ടൈം കൊണ്ട് നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലട മിക്സ് നമുക്ക് പാലിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ പാലട നല്ലതുപോലെ തിളച്ച് കുറുകി വരണം. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആവും കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാനിത് കുക്ക് ചെയ്തെടുക്കണം. പാലട നല്ലതുപോലെ വെന്ത് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് 1-2 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം. ഒത്തിരി കുറുകി പോകരുത് കേട്ടോ. നമ്മളിത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുമ്പോൾ ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ഇറക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു ലൂസിൽ തന്നെ നമ്മൾ ഇറക്കി വെക്കുക. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് കാഷ്യൂനട്ടും കിസ്മസും കൂടെ ഒന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കാഷ്യൂനട്ടും കിസ്മസും കൂടി ഇതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതും കൂടെ ഞാൻ ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പായസം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ്. എല്ലാ അമ്മമാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റുകളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ഓക്കെ ബൈ.